ഇന്ന് ജിഷ മാം തന്നെ. അതെത്ര ലേറ്റ് ക്ലാസ്സിലെത്തിയില്ല ടീച്ചർ മാഡം. ഇന്ന് എന്താ ഒരു നിശബ്ദത, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. മൗനവ്രതം. അപ്പൊ നിനക്ക് മൗനവ്രതമായിരുന്നെങ്കിൽ ഇപ്പൊ പോയി. ഇപ്പൊ നീ മിണ്ടിയേ. ഞാനോർത്ത് എന്റെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. പറഞ്ഞിട്ട് തുടങ്ങുമെന്ന് വിചാരിച്ചു. മിസ് എവിടെ പോയാ എന്തോ. മിസ് വന്നു. Good morning. Good morning. Good morning, ma'am. Ma'am, good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Morning. ഗുഡ് മോർണിംഗ്. Morning. The prayer എല്ലാം കഴിഞ്ഞു? കഴിഞ്ഞു. Prayer എല്ലാം ഇല്ല. Okay, we can start our prayer, please. Yes. ആരും ഇല്ലേ പ്രേയറിന്? സൈലന്റ് പ്രേയർ തുടങ്ങണോ? ചെയ്യണോ? ഓക്കെ, I will do, ma'am. അഖിലാണ്ട് മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ. Have a nice day. God bless you all. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? കുറെ നാളായിട്ട് കണ്ടതുപോലെ തോന്നുന്നു അല്ലേ? അതെ മാം, ഏകദേശം ഒരു മാസമായി അല്ലേ? തോട്ട് പറയണ്ടേ? Yes, please. ഗുഡ് മോർണിംഗ് മാം ആൻഡ് എല്ലാവർക്കും, ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തോട്ട് പറയുന്നുണ്ട്. ഓരോ മനുഷ്യരുടെയും ജീവിതം അവർ സ്വയം വരച്ചു വെക്കുന്ന വഴിയിൽ കൂടിയല്ല പോകുന്നത്, മറിച്ച് ഓരോരുത്തരുടെയും വഴികൾ മുൻകൂട്ടി അദൃശ്യനായ മറ്റൊരാൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമായിരിക്കും ഓരോ മനുഷ്യരുടെയും ജീവിതം. താങ്ക് യു മാം.
Ma'am, signing. Good morning, everyone. Today is a very special day for all of us because after a long time we are blessed with the presence of our beloved teacher Jisha Miss. Your returns brings us great happiness and inspiration. We warmly welcome you back. Miss, your guidance and words always motivate us to learn better. Thank you. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആവണല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ആ ഒരു മൺഡേ അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആവേണ്ടതായിട്ട് വരും. അതാണ് ഒരു പ്രശ്നം പറ്റുന്നത്. ചില സമയത്ത് വേറെ ആരെങ്കിലും ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതെടുക്കാൻ പോകുമ്പോൾ മൺഡേ അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ എവിടം വരെയായി? ഒരു മാസത്തെ ഒരു കാലയളവും കഴിഞ്ഞിട്ട് വന്നതല്ലേ. പ്രീവിയസ് വീക്ക് ആണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. പറയും എവിടം വരെ നമ്മൾ. ഞാനിപ്പോ എഴുതി വെച്ച് ക്ലാസ്സിലുള്ള എല്ലാവരും കരയുന്നുണ്ടായിരുന്നു മാം. ജിഷ മിസ്സായി, കാണാനില്ല അറിഞ്ഞിട്ട്. അയ്യോ, ശരിക്കും? ആ ശരിക്കും കുറെ ആഴ്ച ആയില്ലേ കാണാതെ. ഞാൻ ഒരാഴ്ച ശരിക്കും പറഞ്ഞ 10 ഡേയ്സോളം എനിക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. മോഡൽ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി, കോഴ്സിന്റെ ഭാഗമായിട്ട്. അത് ഒന്ന് ഡിലേ ആയി. നമ്മൾ വിചാരിച്ച പോലെ അത് 4 ദിവസം എടുത്തു അത് അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു 1 വീക്ക് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വന്നു. ഞാൻ ഓക്കെ, അപ്പൊ നമ്മള് എവിടേക്കോ ഒത്തിരി ബാക്കിലാന്ന് തോന്നുന്നു അല്ലേ? യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, യൂണിറ്റ് 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു മാം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഞാൻ യൂണിറ്റ് 2 ആണോ നിങ്ങൾക്ക് അതിനു മുമ്പ് എടുത്തത്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതെ മാം. ഓക്കെ, അപ്പൊ അതിന്റെ മോക്ക് ടെസ്റ്റ് തരാനുണ്ട് ആണോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ വെൽനെസിന്റെ ഉണ്ട്, രണ്ടാമത്തേന്റെ ഉണ്ട്. 1ഉം ഞാൻ തന്നെയാണ് എടുത്തത്. മാഡത്തിന്റെ ഓക്കെ 1ഉം 2ഉം തരാനുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നോ നാളെ ആയിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ ഫൈൻ. സോ നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. റെക്കോർഡ് റൈറ്റിംഗ് ഇടം വരെ റെക്കോർഡ് കംപ്ലീറ്റ് ആയി എല്ലാരും ആണോ? രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇല്ല, ജാനുവരി ലാസ്റ്റ് വീക്ക് പറയാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാത്തവര് വേറെ ഉണ്ട് മിസ്, 2-3 പേര് ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റെക്കോർഡും ഞാൻ ഈ രണ്ടാമത് പറയാൻ പോകുന്ന റെക്കോർഡും തമ്മിലൊരു കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതി പോകാം, അതൊരു പ്രശ്നമില്ല. ഒരെണ്ണം കഴിയണത് വരെ നമ്മൾ നോക്കിയിരിക്കണമെന്നില്ല. ഒരുവിധം ഒന്നും ആയി കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡിലേ ആകും. കാരണം അടുത്ത 2 റെക്കോർഡ്, 3ാമത്തെയും 4ാമത്തെയും ഞാൻ പറഞ്ഞു തരുമ്പോ അതിന് കുറച്ച് സമയം വേണ്ടതാ. ഈ 1ഉം രണ്ടാമത് എഴുതേണ്ട റെക്കോർഡ്, അത് 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ് രണ്ടാമത് പറയുന്നത് കേട്ടോ. 1ഉം ഈ 4th റെക്കോർഡും എഴുതാൻ വളരെ ഈസിയാണ്. എഴുതാനല്ല, അതിനകത്ത് കാര്യമായിട്ട് എഴുതാനൊന്നുമില്ല. പിക്ചർ ഒട്ടിക്കുക, പിക്ചർ വരയ്ക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതും കൂടെ പറഞ്ഞു തന്നാൽ എനിക്ക് തോന്നുന്നു എളുപ്പമായിരിക്കും തോന്നുന്നു. ഈ ഒരു മാസം കൊണ്ട് 2 റെക്കോർഡ് നിങ്ങളുടെ കംപ്ലീറ്റ് ആവും. പിന്നെ സ്റ്റോറി റൈം റെക്കോർഡ്, അതിന് കുറച്ചധികം സമയം എടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് റെക്കോർഡ് നമ്മളൊരു മെറ്റീരിയൽ തരും, അത് നോക്കി കോപ്പി ചെയ്താൽ മതി. അതിലൊട്ടിക്കാനുള്ള പിക്ചേഴ്സിന്റെ സോഫ്റ്റ് കോപ്പിയും തരും, അത് പ്രിന്റ് എടുത്ത് അതും ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെക്കോർഡ് അങ്ങ് തീരും. അത് നമ്മളുടെ പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോഴേക്കും ആ റെക്കോർഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡിന്റെ പണി കഴിഞ്ഞു. ഓക്കെ, സോ ഞാൻ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീനിലേക്ക് പോവാം. പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ്. വീട്ടിലെല്ലാരും കളിക്കുടുക്ക അല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ടോന്നല്ല, ചെറുപ്പത്തിൽ നമ്മൾ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, എന്താണ് വേറെ എന്തെങ്കിലും ഉണ്ടോ അതുപോലത്തെ ബുക്കുകൾ? തത്തമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം ഒരു പ്രാവശ്യം. യെസ്. അത് പിന്നെ നമ്മള് കുറച്ചുകൂടെ ഒക്കെ വലുതായി കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ഈ സാധനം ഇറങ്ങിയത്, കളിക്കുടുക്ക അല്ലെ. അത് തന്നെയാണ് ഇംഗ്ലീഷില് മാജിക് പോട്ട് എന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയത്. മാജിക് പോട്ട് ഉണ്ട്. അതാണ് നമ്മളുടെ അടുത്ത റെക്കോർഡ്. നമ്മൾ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാൻ പോവാണ്.
പിന്നെ വെക്കേഷനൊക്കെ ആവാറാകുമ്പോഴേക്കും കുട്ടികളുമായിട്ടൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെക്കോർഡാണ്. മിക്ക കുട്ടികൾക്കും പെട്ടെന്ന് പരീക്ഷ തീരും. 10th-ന്റെയും ഹയർ സെക്കൻഡറിയുടെ ഒക്കെ എക്സാം ഒക്കെ ഉള്ളത് കാരണം. അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാം എല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഫ്രീ ആവുമ്പോൾ ചെയ്താലും മതി, കാരണം അവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. പിന്നെ ഈ റെക്കോർഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റെക്കോർഡ് തന്നിരിക്കുന്ന തീം മാത്രം എഴുതി വെക്കണം എന്നില്ല. കൂടുതൽ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒന്നും എഴുതാനില്ല, റൈറ്റിങ്സോ ഡിസ്ക്രിപ്ഷനോ ഡീറ്റെയിൽസോ ഒന്നുമില്ല. കംപ്ലീറ്റ് പിക്ചറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പസിൽസ് ആണ്. പസിൽസും കുറെ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന കുറെ പിക്ചേഴ്സും ആണ് ഉള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതിന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡാണ്. കാരണം നമുക്ക് ഈ പടം വരയ്ക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ലൈൻ ഉള്ളതിൽ വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റി പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡ് ബുക്കിൽ വരയ്ക്കാനായിരിക്കും. പിന്നെ എല്ലാ റെക്കോർഡും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് വേണമെങ്കിൽ, അത് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് എഴുതാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ട് ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ. പിന്നെ എന്തെല്ലാമാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഈ ഒരു PDF-ന്റെ ലിസ്റ്റ് ഇല്ലേ, ആ ലിസ്റ്റും അതിനകത്ത് ഓരോ റെക്കോർഡിലും ഫ്രണ്ടിൽ അതിന്റെ പ്രിന്റ് ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. അതായത് നമ്മൾ കുട്ടികൾക്ക് ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കുറച്ച് വലിയ പാർട്സ് ഒക്കെ ഉള്ള പിക്ചർ, അതായത് സ്മോൾ ഡീറ്റെയിൽസ് ഒന്നും വരുന്ന രീതിയിൽ, ചുരുക്കും മടക്കും അങ്ങനെയൊന്നുള്ള രീതിയിൽ പിക്ചർ കൊടുക്കരുത്. കാരണം കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് ഈസി ആയിട്ട് ക്രയോൺസോ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ്, കളർ പെൻസിൽസ് ഇതൊക്കെ വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിക്ചർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതില് ഈ ക്വസ്റ്റ്യനിലെ പിക്ചറിൽ കുറെ ഭാഗങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഞാൻ ബ്രോക്കൺ ലൈൻസ് വെച്ചിട്ടാണ് ചില ഭാഗങ്ങൾ മാർക്ക് ചെയ്തേക്കണേ. അപ്പൊ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കളർ ചെയ്യണം. ഇനി നമ്മൾ ഈ റെക്കോർഡ് ബുക്കിൽ ഒന്നും ആൻസർ ആയിട്ട് ചെയ്ത് വെക്കണ്ട. ഇത് നമുക്കൊരു റെഫറൻസ് ആണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കാം, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കാനുള്ളത്. ഇതൊരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ വെച്ച് കൊടുത്ത് കളർ ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പേപ്പർ പീസിൽ ഇതുപോലുള്ള പിക്ചേഴ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊണ്ട് കൊടുക്കുക. അവർക്ക് കളർ ചെയ്യാനുള്ള മെറ്റീരിയൽസും കൊടുക്കുക. അവിടെ ഇരുന്ന് കളർ ചെയ്തു. ഞാൻ മിക്കി മൗസിന്റെ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, മിക്കി മൗസിന്റെ ഒരു ചെവി ബ്രോക്കൺ ലൈൻസ് ആണ്. പിന്നെ കഴുത്തിലുള്ള പിപ്പും ബ്രോക്കൺ ലൈൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ കാൻഡി ആളുടെ കയ്യിലുണ്ട്, അതും ബ്രോക്കൺ ലൈൻസ് ആണ്. അപ്പൊ കുട്ടികൾക്ക് വേണമെങ്കിൽ അത് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് കളർ കൊടുക്കാം. ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ. പ്രിന്റ് എടുത്ത് ചെയ്താണ് വരയ്ക്കുമോ? പ്രിന്റ് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെൻസ് ആവൂലേ. പഴയ കുട്ടികളുടെ കളർ കൊടുക്കാനുള്ള ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ട്രേസ് ചെയ്യുക ചെയ്തത്. അതിൽ നിന്ന് ഇതിലേക്ക് ട്രേസ് ചെയ്തു. അവരിപ്പോ കളർ കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് ട്രേസ് ചെയ്തു. നമുക്ക് അത്രയും അങ്ങ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. പ്രിന്റ് എടുക്കാം, അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് പിന്നെ അത് ഒട്ടിക്കുക, എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന, കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ആ രീതി ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ട്രേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ട്രേസ് ചെയ്യാൻ ഞാൻ കാർബൺ പേപ്പർ ആണ് യൂസ് ചെയ്തത്. കാർബൺ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യെല്ലോ കാർബൺ പേപ്പർ ആണ് യൂസ് ചെയ്തത്. അത് ആക്ച്വലി ഫാബ്രിക്കില്, തുണികളില് പിക്ചർ ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കാർബൺ പേപ്പർ ആണ് യെല്ലോ കാർബൺ പേപ്പർ. ഞാൻ യെല്ലോ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ പേപ്പറുകളിലെ കാർബൺ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് ബ്ലൂ ഒക്കെ അല്ലേ, അതിങ്ങനെ മഷി സ്പ്രെഡ് ആവും. അല്ലെങ്കിൽ നമ്മളുടെ ഈ ബില്ലിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ പേപ്പർ എന്ന് പറഞ്ഞൊരു കാർബൺ പേപ്പർ കിട്ടും. ഇങ്ങനെ നീളത്തിൽ അവരുടെ ബില്ലിന്റെ ഒപ്പം അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകും. അത് കിട്ടുവാണെങ്കിൽ അതാവുമ്പോ മഷി സ്പ്രെഡ് ആവില്ല. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്ത് അങ്ങനെ വലിയ, ഇപ്പൊ അങ്ങനത്തെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അവരുടെ ബില്ലിന്റെ അതേ സൈസിൽ ഇങ്ങനെ
കാർബൺ പേപ്പറും അതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ പോകും, കാരണം അവർക്കൊരു കോപ്പിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ പിന്നെ എല്ലാരും 2 പ്രിന്റ് എടുക്കും, അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു പരിപാടികൾ, ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പണ്ട് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരോട് എനിക്ക് അത് തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ കുറെ ബണ്ടിൽ തരും ആ ഒരു കാർബൺ പേപ്പർ. കാരണം അത് നമുക്കിപ്പോ ഈ പോട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യില്ലേ, നമ്മുടെ മൺപാത്രങ്ങളിൽ പെയിന്റ് ചെയ്യുമ്പോൾ അതിൽ ട്രേസ് ചെയ്യാനായിട്ട് ആ കാർബൺ പേപ്പർ നല്ലതാണ്. നമ്മുടെ പേപ്പറിന്റെ കാർബൺ പേപ്പറിന്റെ പ്രശ്നം അത് ഇങ്ങനെ മഷി പരക്കും അല്ലെ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കിന്റെ യെല്ലോ കാർബൺ പേപ്പർ ഉണ്ട്. ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് കാർബൺ പേപ്പർ ഉണ്ട് കേട്ടോ, യെല്ലോയും വൈറ്റ് കാർബൺ പേപ്പർ. വൈറ്റ് കാർബൺ പേപ്പർ നമ്മൾ ഡാർക്ക് കളർ ഡ്രസ്സിൽ പിക്ചർ ട്രേസ് ചെയ്യാനാണ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. യെല്ലോ ലൈറ്റ് ഷെയ്ഡിൽ ട്രേസ് ചെയ്യാം. നമ്മളുടെ പേപ്പർ ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് ആണല്ലോ, വൈറ്റ് കളറല്ലേ, അതില് യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യും. 2 രൂപയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ഒരു ഷീറ്റിന്. കുറേ ഉപയോഗിക്കും, കുറെ യൂസ് ചെയ്ത് അതിൽ കുറെ പാടായി കഴിയുമ്പോൾ അങ്ങ് കളഞ്ഞാൽ മതി. അത് വെച്ചിട്ടാണ് ട്രേസ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളർ ഇങ്ങനെ വരും. നമ്മൾ അതിന്റെ മുകളിലൂടെ ബ്ലാക്ക്, ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൂടെ ബ്ലാക്ക് പെൻ വെച്ച് ഞാൻ വരച്ചു. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ എവിടെയായിട്ട് യെല്ലോ ടിന്റ് കാണാൻ പറ്റും തോന്നുന്നു, ആ മിക്കി മൗസിന്റെ തലയുടെ ഭാഗത്ത്. അതിന്റെ മുകളിൽ കൂടെ ഒക്കെ ഞാൻ ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി ക്ലിയർ ആയല്ലോ. ഏത് പിക്ചർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോ മിക്കി മൗസ് കുട്ടികൾക്കൊരു ക്യൂട്ട്നെസ് തോന്നുന്ന രീതിയിലുള്ള ഒരു പിക്ചർ എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി വേർഡ് പസിൽ. ഫസ്റ്റ് ബുക്ക് നമ്മള് കളക്ഷൻ ബുക്ക് ചെയ്തപ്പോ നമ്മൾ അതിൽ പസിൽസ് എഴുതി അല്ലെ. അപ്പൊ നിങ്ങൾ ക്രോസ് വേർഡ് പസിൽസ് ചെയ്യാമോ, അങ്ങനെ പല പല പസിൽസ്, പിക്ചർ വെച്ചിട്ടുള്ള പസിൽ, ജിപ്സോ പസിൽ ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ പറഞ്ഞു ചെയ്യാം, പക്ഷെ സെയിം തന്നെ നമുക്ക് ഈ റെക്കോർഡില് 4th റെക്കോർഡിൽ വരുന്നുണ്ട്. അപ്പൊ സെയിം ഇത് തന്നെ അതിൽ എഴുതി വെക്കരുത്, പുതിയത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് വേർഡ് പസിൽസ്. അതിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 3 ആണല്ലോ ഞാൻ പറയുന്നത്, ഞാൻ എഴുതിയേക്കണ 4 ആണ് കേട്ടോ. 3 ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് ഹിഡൻ ചെയ്തിരിക്കണം ആൽഫബറ്റ്സിൽ, എന്നിട്ട് അത് ട്രേസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികളാണ്, അപ്പൊ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പേര് വരണം, ആ ലെറ്റർ വരണം. അല്ലാണ്ട് അവിടെ എവിടെയായിട്ട് ഒരു ബേർഡിന്റെ പേര് ആ രീതിയിലല്ല. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 4 ബേർഡ്സ് അല്ലെങ്കിൽ 3 ബേർഡ്സ് അല്ലെങ്കിൽ അനിമൽസ് ഹിഡൻ. ഞാൻ 4 എണ്ണത്തിന്റെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ ബോക്സിൽ നമ്മൾ കുറെ ആൽഫബറ്റ്സ് എഴുതുക. അപ്പൊ അതിങ്ങനെ വായിച്ച് പോകുമ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഇതിനകത്ത് വൂൾഫ് ഉണ്ട്, ഫോക്സ്, ഓക്സ്, ലയൺ, അങ്ങനെ 4 എണ്ണത്തിനെയാണ് ഞാൻ ഇതിനകത്ത്. ബേർഡ്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒന്ന് ചെയ്താൽ മതി, മിക്സ് ചെയ്ത് ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ ലയൺ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ആൽഫബറ്റ്സിനെ ഇടാമായിരുന്നു, ഞാനത് വിട്ടുപോയി. പിന്നെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചു, ഈ ഹിഡൻ ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് ഇവരുടെ പിക്ചേഴ്സ് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഞാനിവിടെ റൈറ്റിൽ മാത്രം ചെയ്ത് പോയി എന്റെ ലെഫ്റ്റ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമായിരുന്നു. ലെഫ്റ്റും റൈറ്റും നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അപ്പോ ചോദിച്ചു ഇങ്ങനെ അതിന്റെ റെക്കോർഡല്ലേ അത്, അപ്പൊ 2 അതെ സൈഡ് യൂസ് ചെയ്യുന്നത്. അതെ, എന്നാലേ പടമൊക്കെ വരച്ചാൽ ശരിയാവുള്ളൂ. അപ്പോ പിക്ചേഴ്സ് ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പിക്ചേഴ്സ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചില പിക്ചേഴ്സ് നമ്മൾ വാങ്ങാൻ കിട്ടുന്നതിൽ ആ പിക്ചറിന്റെ അടിയിൽ അതിന്റെ പേരുണ്ടാവും അല്ലെ. ഇപ്പൊ വൂൾഫ് ആണെങ്കിൽ വൂൾഫ് എന്ന്, ഇനി ഫോക്സ് എന്നൊക്കെ പേരുണ്ടാവും. അതൊക്കെ കട്ട് ചെയ്തിട്ട് ആ പേരൊന്നും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കരുത്. അപ്പൊ നമ്മൾ പിക്ചേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞ് കുട്ടിക്ക് പിക്ചർ അറിയാം, അപ്പൊ വൂൾഫ് എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയാം, ലയൺ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി അത് തൊട്ട് കാണിക്കും. ഇതിന്ന് കണ്ടുപിടിക്കും, അതിന്റെ പേരും കണ്ടുപിടിക്കും, ആ പിക്ചറിൽ നിന്ന് തൊട്ട് കഴിയും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഇപ്പൊ 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ 6 പിക്ചർ ഒട്ടിക്കണം. കറക്റ്റ് ആൻസറിന്റെ നമ്പറിൽ തന്നെ ഒട്ടിക്കരുത്, എക്സ്ട്രാ ഒട്ടിച്ചു വെക്കണം. എന്നാലാണല്ലോ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അവർ കറക്റ്റ്, ഒരു പസിൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കറക്റ്റ് അനിമൽ അല്ലെങ്കിൽ ബേർഡിനെ അവർ കണ്ടുപിടിക്കുള്ളൂ. ക്ലിയർ ആയോ? പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ ആൻസർ ഇപ്പൊ 4 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ 4ൽ കൂടുതൽ 6ഓ 7ഓ 5ഓ പിക്ചേഴ്സ് നമ്മൾ ഒട്ടിച്ചു വെക്കണം. അപ്പൊ കറക്റ്റ് അവർക്ക് അറിയാമെങ്കിൽ ആ പിക്ചറും തൊട്ട് അവരത് ഐഡന്റിഫൈ ചെയ്ത് പറയും, ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. മിസ് അതിൽ ഒരു എക്സാമ്പിൾ കാണിക്കാവോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു ക്ലാസ്സിൽ നമ്മുടെ ഒരു ബാച്ചിൽ പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാച്ചിൽ ഇതുപോലെ പറഞ്ഞു കൊടുത്തതാ.
പക്ഷെ അതുപോലെ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അതാണ് കേട്ടോ പറയാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആക്ടിവിറ്റി ബുക്കില്. നമുക്കൊരു ക്രോസ് വേർഡ് പസിൽ പോലെ ഇങ്ങനൊരു ക്രോസ് വേർഡ് പോലെ ഉണ്ടാകും. ഇപ്പുറത്ത് കുറെ പിക്ചേഴ്സ് ഉണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് വേർഡിൽ നിന്ന് അത് ക്രോസ് വേർഡ് ഡൗണും എക്രോസും ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് പറയുന്ന അവിടെ ചെയ്തിട്ടുണ്ട്. ജിറാഫ് എന്നുള്ളത് ഞാൻ ഗ്രൂപ്പ് ചെയ്തേക്കണുണ്ടോ? അങ്ങനെ ചെയ്തിട്ട് ആ അനിമൽ ഇവിടുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെ. പക്ഷെ നേരത്തെ നമ്മൾ ചുമ്മാ ഒരു ബോക്സില് കുറച്ച് വേർഡ്സ് എഴുതുന്നു, അതിൽ നിന്ന് അനിമൽസിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ കണ്ടുപിടിക്കുന്നു. ഇത് ക്രോസ് വേർഡ് പോലെ ചെയ്തിട്ട് ഡൗണും എക്രോസും ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നു. പിന്നെ അനിമൽസ് മാത്രമല്ല പല എക്യുപ്മെന്റ്സും ഉണ്ട്. ടാബ്, കൈറ്റ്, കീ, ആപ്പിൾ, അങ്ങനെ കുറെ അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊന്ന് വരയ്ക്കുമ്പോൾ നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ടാവണമെന്ന് മാത്രം. എത്ര റോ വേണം, എത്ര കോളം വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള പിക്ചേഴ്സിന്റെ നമ്പറൊക്കെ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കും. പിക്ചർ ഇതായിരുന്നു. ഇത് മനസ്സിലായോ? Name of the items shown in the picture are given in the alphabets in the right side. Find them and give appropriate colors to the alphabets boxes. വേണമെങ്കിൽ നമ്മൾക്ക് കളർ കൊടുക്കാം ആ ബോക്സസ്. ആ പേര് കാണുന്ന രീതിയിൽ എന്താ ഫ്ലൂറസെന്റ് കളേഴ്സും അതൊക്കെയല്ലേ യൂസ് ചെയ്യാറ്. എനിക്ക് കളർ അത്ര ഇഷ്ടമല്ല കേട്ടോ, കണ്ണൊരു മാതിരി വരും. അങ്ങനെ അല്ലാതെ നമ്മൾ കളർ കൊടുക്കുമ്പോ ഈ പേര് കാണുമില്ല. ഞാനത് കാരണം ഗ്രൂപ്പ് ചെയ്തേ ഉള്ളൂ. റൗണ്ട് ഇതിങ്ങനെ ഒരുമിച്ച് ഓവൽ ഷേപ്പിൽ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. ഗ്രൂപ്പ് ചെയ്യുന്ന മീൻസ് ചിലപ്പം കളർ കൊടുത്താൽ നമ്മൾ അടിക്കുന്ന സ്കെച്ചിന്റെ അനുസരിച്ച് ചിലപ്പോൾ കാണാൻ പറ്റാതെ വരികയല്ലേ? അതെ അതെ, ഗ്രൂപ്പ് ചെയ്യുന്നത് നല്ലത്. അല്ലെ പിന്നെ ക്രയോൺസ് ഉപയോഗിക്കണം. ഫ്രണ്ട്സ് ഉപയോഗിച്ച് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ലൈറ്റ് ആയിട്ടൊക്കെ ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ, അവർ ഫുൾ അവരുടെ എഫേർട്ട് എടുത്തിട്ട് ഫോഴ്സ് എടുത്തിട്ട് ഭയങ്കര കളറിങ് ആയിരിക്കും. അപ്പൊ കുറെ കൂടെ അത് വൃത്തികേടാവും. അതേസമയം അവർ വരയ്ക്കുമ്പോ അവരുടെ ആ വിരലൊക്കെ അങ്ങനെ മൂവ് ചെയ്യുന്നത് അത് അവരുടെ വിരലിന്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ അതൊക്കെ ചെയ്യിക്കുമ്പോഴേക്കും അവർക്ക് പിന്നീട് എഴുതാൻ തുടങ്ങുമ്പോൾ നല്ല ബലം ഉണ്ടാവും വിരലുകൾക്ക്. അപ്പൊ നമുക്കൊരു പ്രീ റൈറ്റിംഗ് എക്സസൈസും കൂടിയാകും എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള കുട്ടികൾക്കുള്ളൊരു എക്സസൈസ്. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ആകുന്നത് ഈ വിരൽ യൂസ് ചെയ്യുമ്പോൾ. ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകും. കുഞ്ഞ് ജനിച്ച ഉടനെ കുറെ നാളുകളൊക്കെ അതിന്റെ ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും. തല ഉറയ്ക്കണത്, അവർ കമിഴ്ന്ന് വീഴുന്നത്, നീന്തുന്നതൊക്കെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റാ. പിന്നെ പിടിച്ചു നിൽക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത് ഒക്കെ ലാർജ് മസിൽസ്. അപ്പൊ ഏർലിയർ സ്റ്റേജില് ആദ്യ കാലഘട്ടങ്ങളിൽ ചൈൽഡ്ഹുഡിന്റെ ആ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ വലിയ മസിൽസ് ആണ് ഡെവലപ്പ് ആകുന്നത്. ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് എന്താണ് അവരുടെ വിരലുകളിൽ. അവര് നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, പക്ഷെ അവരുടെ ബോഡിയുടെ കോർഡിനേഷൻ, അവർ വീഴാതെ നടക്കാൻ കറക്റ്റ് ബാലൻസ് ചെയ്യുന്നത് ഒരു 2.5 തുടങ്ങി 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതാണ് 4 വയസ്സ് കഴിഞ്ഞപ്പോ കുട്ടികളെയൊക്കെ ഈ ഡാൻസിന്, ഏത് ഡാൻസ് ഫോം ആണെങ്കിലും അതിൽ ചേർക്കുന്നത് അവർ നല്ല പോലെ ബോഡി ബാലൻസ് ചെയ്താ ചെയ്യും. അവർ വീഴില്ല അല്ലെ. പക്ഷെ തുടക്കത്തിൽ ചെറുപ്പത്തിലൊക്കെ അവരിങ്ങനെ എപ്പോഴും വീഴും. അവർക്ക് ബോഡി കോർഡിനേഷൻ അത് കറക്റ്റ് കിട്ടില്ല. അപ്പൊ അവര് ഈ ടൂസിലെ കാൽവിരലുകളില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക് കാലിന്റെ എല്ലാ വിരലും ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരിടത്ത് നല്ല ബാലൻസ് ചെയ്ത് നിൽക്കാനും ഡാൻസ് ചെയ്യുമ്പോ ആ കാല് തട്ടി ചെയ്യാനും പിന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോ ശരിക്കും ആ ടൂസിൽ നല്ല ബലം കൊടുക്കുന്നുണ്ട്. അത് ശരിയാകാതെ വരുമ്പോഴാണ് ഇവരുടെ ബോഡിയുടെ ബാലൻസ് തെറ്റുന്നതും വീഴുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൂസ്, ചിലരുണ്ട് ആക്സിഡന്റിൽ ഇപ്പൊ ഒരു വിരൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാര്യം നോക്കുമ്പോൾ ചെറിയൊരു വിരലായിരിക്കും, പക്ഷെ ആ ഒരു വിരലില്ലാതെ അവർക്ക് കാല് ഫുൾ നിലത്ത് പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെയൊക്കെ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെ ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ, ഒരു 2.5 years ഒക്കെ കഴിയുമ്പോഴാണ്. അപ്പൊ നമ്മൾക്ക് കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുത്ത്, ഡ്രോയിങ് എല്ലാം ഉണ്ടല്ലേ, എന്തെങ്കിലും ഹോൾഡ് ചെയ്യണം. അവരുടെ ബുക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഈ ചെറിയ വിരലുകളിലെ മസിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. മസിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രീ റൈറ്റിംഗ് എക്സസൈസസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്.
മണലിൽ എഴുതിക്കുന്നത് ഭയങ്കര ഒരു നല്ല ഒരു എക്സസൈസ് ആണ് ഈ മസിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. നല്ല പോലെ മണലിൽ അവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും കുട്ടികൾക്ക്. അതേ എഫക്റ്റ് ആണ് മറിയ മോണ്ടിസോറി മെത്തേഡിൽ കൊണ്ടുവന്നിരിക്കുന്ന സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യിപ്പിച്ചു നോക്കൂ, ഭയങ്കര എഫക്റ്റീവ് ആണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന കുട്ടികളെല്ലാം ട്രെയിനീസ് എല്ലാം കൊണ്ടുപോകും, എഴുതാത്ത കുട്ടികളൊക്കെ എഴുതും. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത്രയും റിസർച്ച് ചെയ്ത് ആലോചിച്ചിട്ടൊക്കെയാണ് മറിയ മോണ്ടിസോറി ഓരോന്നും ചെയ്തത്. അപ്പൊ ഈ തേർഡ് വണ്ണം ക്ലിയർ ആയി അല്ലെ? ഇനി നമുക്ക് വേണ്ടത് ഒരു കലണ്ടർ ഉണ്ടാക്കാം. നമ്മളുടെ 2026 സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇയറിലെ തന്നെ ആ ഒരു കലണ്ടർ ഉണ്ടാക്കാം. അപ്പൊ 2026 ഓൾമോസ്റ്റ് തീരാറായെങ്കിൽ 2025 ഞാൻ പറഞ്ഞു കൊടുത്ത ബാച്ചൊക്കെ ഒരു 6 മന്ത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ബാച്ചൊക്കെ ആണെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും പുതിയ കലണ്ടർ നിങ്ങൾ ഉണ്ടാക്കാൻ പറയും നെക്സ്റ്റ് ഇയറിലെ. അപ്പൊ നമ്മൾക്കിപ്പോ 2026 സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ 2026 ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ ഈ ചൈൽഡ് ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല, അവരെ പണിഷ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ അങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അവരുടെ ഡെവലപ്മെന്റും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കലണ്ടർ ഉണ്ടാക്കുക ആണ് പറഞ്ഞത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയ ഒന്നുമില്ല, പക്ഷെ കുറേ കുട്ടികളെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തു. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ ഒരു വളർച്ചയില്ല, അങ്ങനെ ഓരോരോ പിക്ചർ ഒട്ടിച്ച് കുട്ടി വലുതായി സ്കൂളിൽ പോകുന്നവരെയുള്ള അങ്ങനത്തെ രീതിയിൽ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ച് ചിലർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കലണ്ടറിന് ഇവിടെ ഒരു മെയിൻ ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കലണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 മന്ത്സും വരണം. ചിലരൊക്കെ ഒരു മാസം ചെയ്തിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചു എന്നോട്. കലണ്ടർ എന്ന് പറയുമ്പോൾ 12 മാസവും കാണിക്കണം അല്ലെ? ഇംഗ്ലീഷ് കലണ്ടറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡേറ്റ്സ് ആണ്. പിന്നെ കുറെ കുട്ടികൾ ചോദിച്ചു മലയാളം ഡേറ്റ് കാണിക്കട്ടെ, കാരണം നമ്മുടെ കലണ്ടറിൽ ഉണ്ടല്ലോ ഹിജ്റ വർഷം, അറബി ആ ഒരു ഇത് വരുന്ന ഡേറ്റും വരുന്ന രീതിയിലുള്ള കലണ്ടർ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണിക്കാം. മെയിനായിട്ട് എംഫസൈസ് ചെയ്ത് കാണിക്കേണ്ടത് ഇംഗ്ലീഷ് ഡേറ്റ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഞാൻ 2017 ഞാൻ കലണ്ടർ ഉണ്ടാക്കിയത്. കലണ്ടർ ഞാൻ ഒരു മാസം ഒരു പേജിലാണ് ചെയ്തത്. ചിലര് 2 മാസം കൂടി ഒരു പേജ് ചെയ്തവരുണ്ട്. നമ്മുടെ ചില കലണ്ടറുകളിൽ അങ്ങനെ ഉണ്ടല്ലോ, 2 ഡിവൈഡ് ചെയ്തിട്ട് 2 മാസം കാണിക്കുന്നത്. അങ്ങനെ ചെയ്ത കുട്ടികളുണ്ട്. ഞാൻ ഇതില് കലണ്ടറിന്റെ ഒരു 1/3 ഭാഗത്ത് ഒരു കോഡ്സ് എഴുതി, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ്. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കോട്ട് എഴുതി. അങ്ങനെ ഓരോരോ പേജിലും ഓരോ കോട്ട് എഴുതിയിട്ടാണ് ഞാൻ കലണ്ടർ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ കലണ്ടർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ പെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളറിലെ ഗ്ലിറ്റർ പെന്നും കലണ്ടറിലെ ഡേയ്സ് ഞാൻ പിങ്ക് കളർ ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ സൺഡേസ് മാത്രമാണ് ഞാൻ ഹോളിഡേയ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു പിങ്ക് കളർ പോലത്തെ ചെയ്തത്. ബാക്കിയെല്ലാം ബ്ലൂ കളറിലാണ്. കലണ്ടറിന്റെ ലൈൻസ് എല്ലാം ഞാൻ ഗോൾഡൻ കളർ ഒരു ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് ചെയ്തത്. ഹോളിഡേയ്സ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് പേജിൽ 2 മാസം ഫെബ്രുവരി മാർച്ച് ആ ഒരു രീതിയിൽ വന്നു. അവിടെയും അതുപോലെ തന്നെ 2 കോഡ്സ് എഴുതി. ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ, എഡ്യൂക്കേഷൻ ഈസ് ദെയർ വർക്ക് റൈറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഡ്സ് എഴുതി. ചിലത് നനത്താൻ എഴുതി, ചിലത് ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് അങ്ങനെ എഴുതിയതാണ്. ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ, ചൈൽഡ് ഈസ് മെന്റ് ടു ലേൺ നോട്ട് ടു ഏൺ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കോഡ്സ് ഒക്കെ എഴുതി. പിന്നെ June 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ്. അപ്പൊ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു കലണ്ടറിൽ. അങ്ങനെ ചിൽഡ്രൻ ആർ wonderful kids. There is a brilliant child locked inside every student. School is the best place to work. Small hands can handle a pen better. പറഞ്ഞ കുട്ടികളുടെ റിലേറ്റഡ് കുറച്ച്. എനിക്ക് ഈ കലണ്ടർ എൻഡ് ആയത് ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയാണ് എൻഡ് ആയത്. ഈ ഒരു സൈഡിൽ നിന്ന് പുതിയ ആക്ടിവിറ്റി തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, കാരണം ഇവിടെ ഓൾറെഡി കലണ്ടർ അങ്ങ് എൻഡ് ആയല്ലോ. ഞാൻ അവിടെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ട് എഴുതി അവസാനം.
കലണ്ടർ ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് കലണ്ടർ ചെയ്യാം. അപ്പൊ കുട്ടികളിലെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആ കലണ്ടറിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചിലതിലൊക്കെ കാണാം ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ കയ്യില് ബുക്കും പേനയും പെൻസിലും യൂണിഫോം ഒക്കെ ഇട്ട് ബാഗൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ ഇറ്റ്സ് അപ് ടു യു ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ജിക്സോ പസിൽസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു പിക്ചറിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഒരുമിച്ച് ചേർത്ത് ജോയിൻ ചെയ്ത് ഒറ്റ പിക്ചർ ആക്കുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കരുത്. കുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും സിമ്പിൾ, എന്നിട്ട് അവസാനം അവര് അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കാം. അപ്പൊ അവർ കുറച്ചുകൂടി അത് ചിന്തിച്ച് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ ഒരു എലിഫന്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു. അതിന് 4 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. നമ്മളിപ്പോ നമ്മുടെ റെക്കോർഡിൽ അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കുട്ടികളുടെ മുന്നിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടിച്ച് അങ്ങനെ കീറിയെടുത്ത് അവർ ജോയിൻ ചെയ്യാൻ പാടില്ലേ. അതുകൊണ്ട് നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് തന്നെ അവരുടെ മുന്നിൽ ലൂസ് ആയിട്ട് കൊടുക്കണം. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം. പേപ്പർ പീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെട്ടെന്ന് കീറി പോകുന്ന ഷേപ്പ്. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് പീസിൽ ഒട്ടിക്കുക. കാർഡ്ബോർഡ് പീസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത് നല്ലതായിട്ട് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടിരിക്കും. അപ്പൊ നാശമായി പോവുക. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അത് വേഗം അറേഞ്ച് ചെയ്ത് ഒരൊറ്റ പിക്ചർ ആക്കി മാറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ പിക്ചർ അതാണ് കറക്റ്റ് ജോയിൻ ആക്കുക. ക്ലിയർ ആയോ ആ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് മാം അത് ഒരു പിക്ചർ മാത്രം മതി. ഇപ്പൊ എലിഫന്റ് മാത്രം മതിയോ? മതിയോ? എന്തോ പറ്റി. 1 സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് റീജോയിൻ ചെയ്യാം. കാണാലോ എന്നെ അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പിൻ ചെയ്തോ. ജസ്റ്റ് ലീവ് ചെയ്തപ്പോ അതങ്ങോട്ട് ഇതായിപ്പോയി. ഓക്കെ, ഓഡിയോ വീഡിയോ ക്ലിയർ ആണല്ലോ? ഞാൻ എന്തോ റെക്കോർഡ് എടുത്ത അതിന്റെ കീപാഡിന്റെ മുകളിലേക്ക് വെച്ചപ്പോ അത് ലോക്കായി. എന്താ പറഞ്ഞോണ്ടിരുന്നത്? കലണ്ടർ കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? ജിക്സോ പസിൽ പോലത്തെ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ഒറ്റ പിക്ചർ മതിയോ നിങ്ങൾ ചോദിച്ചു. ഒറ്റ പിക്ചർ 2-3 പിക്ചർ ആയാൽ കുട്ടിക്ക് കൺഫ്യൂഷൻ ആവില്ലേ? ആദ്യം നമ്മൾ കൊടുക്കും. ഞാനിപ്പോ ഒരു പിക്ചർ, ഞാൻ ഫുട്ബോൾ കളിക്കുന്ന പിക്ചർ 4 പീസേ ആക്കിയിട്ടുള്ളൂ. നമുക്ക് കുട്ടി കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ 4-ന് പകരം 5 പീസ് ആക്കാം, 6 പീസ് ആക്കാം. കുറച്ചുകൂടെ അവരെ
ഒരു ടഫ് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാം. മനസ്സിലായോ? ഇതിപ്പോ 4 പീസ് ആകുമ്പോൾ അവർ ഈസി ആയിട്ട് അവര് അത് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ഒരു പിക്ചറിനെ 12 പീസൊക്കെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പാടായിരിക്കും ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ആദ്യം ഒരു ഈസി വേയിൽ പോയിട്ട് പതുക്കെ പതുക്കെ 4 എന്നുള്ളത് 5 ആക്കുക, പിന്നെ 6 ആക്കുക, ആ രീതിയിൽ കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്തായിരുന്നു ഡൗട്ട്? എന്താ ചോദിച്ചേ? ഇത് തന്നെയല്ലേ ചോദിച്ചത്? റെക്കോർഡ് ബുക്കിൽ ഒട്ടിക്കുമ്പോൾ അത് ഏതാണ് ഒട്ടിക്കേണ്ടത്? കാർഡ് മീൻസ് പിക്ചേഴ്സ് പറയണ്ടോ? കേക്കുന്നില്ലേ? ഹലോ, ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും, റെഫറൻസ് പിക്ചർ. അതുപോലെ ഇരിക്കുന്ന 4 പിക്ചേഴ്സ് വേറെ തന്നിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ 5 പിക്ചർ കേട്ടോ. ഒരെണ്ണം റെഫറൻസ് പിക്ചർ, അതിന്റെ കോപ്പി, അതിന്റെ ഒരു കോപ്പി എന്നുള്ള രീതിയിൽ 4 എണ്ണം തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ റെഫറൻസ് പിക്ചറുമായിട്ട് ചെറിയ ഡിഫറൻസസ് ഈ 4 പിക്ചേഴ്സിനും ഉണ്ടായിരിക്കും. അതെന്താന്ന് കണ്ടുപിടിക്കും. ഞാൻ ഇവിടെ ഇപ്പൊ റാബിറ്റിനെയാണ് വരച്ചിരിക്കുന്നത്. മുകളിൽ ഏത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്റെ റെഫറൻസ് പിക്ചർ. താഴെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വേറെയും റാബിറ്റ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെവിയിലെ വ്യത്യാസം, പിന്നെ മുസ്താഷ്, അവരുടെ മീശയിലെ രോമത്തിന്റെ എണ്ണം, വാലിലെ ഡിഫറൻസ്, കാലിലെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ്. നമുക്ക് കുട്ടികൾ സ്മോൾ ഒബ്ജക്ട്സ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അവരുടെ കോൺസെൻട്രേഷനും പവർ ഓഫ് അറ്റൻഷനും കൂടുന്നത് അങ്ങനെയാണ്. അവരിങ്ങനെ ഉറുമ്പൊക്കെ വരി വരിയായിട്ട് പോകുന്ന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കും. പിന്നെ നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും കുഞ്ഞു സാധനം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കണ്ണിപ്പെടും അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ തലയിൽ വേറെ ഒന്നും ചിന്തിച്ച് പോയിക്കാനില്ല. അവരിതിൽ നല്ല പോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവർ ആ ഡിഫറൻസസ് കണ്ടുപിടിക്കും. ഞാൻ ഈ വരച്ചയില് കണ്ണിന്റെ ഡിഫറൻസ്, ചെവിയുടെ ഡിഫറൻസ്, വാലിന്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ മീശയുടെ ഡിഫറൻസ്, അങ്ങനെ ഇങ്ങനെ ഓരോരോ ഡിഫറൻസ് ഉണ്ട്. പിന്നെ മൂക്കിന്റെ അങ്ങനത്തെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ആദ്യം ഒരു പിക്ചർ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ വരയ്ക്കുക. അതുപോലെ തന്നെ ഇരിക്കുന്ന, പെട്ടെന്ന് നോക്കുമ്പോൾ അതാന്ന് തോന്നണം, പക്ഷെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൽ ഡിഫറൻസസ് ഉണ്ടാകും. അപ്പൊ അത് കണ്ടുപിടിക്കും. മാം പിക്ചർ ഒട്ടിക്കാലോ അല്ലേ? ക്വസ്റ്റ്യൻ. പിന്നെ എല്ലാം ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഒന്നിനും ആൻസർ വേണ്ട. ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ്. കളിക്കുടിക്കൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എല്ലാം കുട്ടികൾ തന്നെയല്ലേ കണ്ടുപിടിക്കുന്നത് അതിന്റെ ആൻസർ. നമ്മളായിട്ടൊന്നും ചെയ്യില്ലല്ലോ. നമ്മൾ പറയുന്ന മിസ്സിന് കേൾക്കുന്നില്ലല്ലേ? അപ്പൊ അത് കഴിഞ്ഞല്ലോ, അത് മനസ്സിലായല്ലോ. മിസ് ഷെയർ ചെയ്യുന്നത് എടുത്തിട്ട് കേട്ടോ. മിസ്സേ കേൾക്കുന്നുണ്ടോ? ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ പറയുന്നത് മിസ്സിന് കേൾക്കുന്നില്ല മിസ്സിന്. അതാ ആ ലിൻഷി ചോദിച്ചപ്പോ മിണ്ടാണ്ടിരുന്നതാ. അതന്നെ, ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്വസ്റ്റ്യനാ പറഞ്ഞത്, ഫോളോയിങ് പിക്ചേഴ്സ് 1 2 3 4 ആർ ദ കോപ്പീസ് ഓഫ് എ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. പിന്നെ നെക്സ്റ്റ്, ഒരു പിക്ചർ കുട്ടികളെ കാണിച്ചു കൊടുക്കുക. അവരോട് ഒരു കഥ എഴുതാൻ പറയുക എന്നാണ് അതിനകത്ത്. നമുക്ക് പറയിപ്പിക്കാം. എഴുതി തുടങ്ങാത്ത കുട്ടികളുടെ അടുത്ത് നമുക്ക് എഴുതാൻ പറയാൻ പറ്റില്ലല്ലോ. ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്ക് അവരോട് ആ പിക്ചർ നോക്കിയിട്ട് ഒരു കഥ പറയാൻ പറയും. ഇത് നമുക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യിക്കാം. കുട്ടികളെ വട്ടത്തിൽ ഇരുത്തിയിട്ട് പിക്ചർ കാണിച്ചിട്ട് ഫസ്റ്റ് സെന്റൻസ്, ഇപ്പൊ അവർക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു സെന്റൻസ് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വഴിയിൽ വെച്ചൊരു പട്ടിക്കുട്ടിയെ കണ്ടു. അപ്പൊ അടുത്ത ആളോട് അടുത്ത സെന്റൻസ് പറയാൻ പറയാം, അതുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം പട്ടിക്കുട്ടിക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ആ സർക്കിളിൽ ഇരിക്കുന്നവരെല്ലാരും കൂടെ ചേർന്നിട്ട് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യും. പിക്ചർ എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ഒരു ക്ലൂവും കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് ബാക്കി പറഞ്ഞ് ഒരു വലിയൊരു സ്റ്റോറി ഉണ്ടാക്കി. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതാറായ കുട്ടികളെ കൊണ്ട് എഴുതിക്കാം. ഞാനിവിടെ ഒരു കുട്ടികളുടെ ടെക്സ്റ്റിനെ ഏതോ ഒരു അപ്പൊ അത്യാവശ്യം പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അത്യാവശ്യം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്തൊരു കുട്ടിയുണ്ട്, സൺ ഉണ്ട്, ക്ലൗഡ്സ് ഉണ്ട്, പിന്നെ ഒരു സ്ക്യൂറൽ, ബേർഡ്, പിന്നെ ഒരു മരം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കിക്കോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിക്ചർ കളക്ട് ചെയ്യും. എന്ത് പറ്റി, മനസ്സിലായില്ലേ സുനിത?
മാമിന് ഞങ്ങൾ പറയുന്ന കേൾക്കുന്നില്ലേ? ഒരു പിക്ചർ നമ്മൾ കളക്ട് ചെയ്യുക, പിക്ചർ കാണിച്ചിട്ട് കുട്ടികളോട് കഥ പറയാൻ പറയുക, എഴുതുന്ന കുട്ടികളാണെങ്കിൽ എഴുതിക്കുക. ഇത് ചെയ്യിക്കാൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ആക്ടിവിറ്റീസ് വേണം. അതിന് വേണ്ടുന്ന റെഫറൻസ് ആണ് ഈ റെക്കോർഡ് കേട്ടോ. ഓക്കെ, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ ഓരോരുത്തരുടെ റിയാക്ഷൻസ് കണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറയുന്നേ കേൾക്കുന്നില്ല. എന്താ ഞാൻ കേൾക്കുന്നില്ല? അയ്യോ, ഓഡിയോ പോയോ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കാമോ? അല്ലെ, എന്തെങ്കിലും പറഞ്ഞേ. കേൾക്കാമോ മാം? യെസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഡൗട്ട്സ് ആയിരുന്നെങ്കിൽ ഒന്ന് പറയൂ, ഞാൻ ഒന്നുകൂടെ പറയും. എന്തൊക്കെയോ പറ്റി ആ ഒരു റെക്കോർഡ് കൊണ്ടതിന്റെ പോയി വെച്ചത്. ഓക്കെ, പറഞ്ഞു. സംശയങ്ങൾ. മറ്റേ റെക്കോർഡില് പസിൽസ് ഇല്ലേനോ? അപ്പൊ അതിന്റെ ആൻസർ എഴുതണ്ട നമ്മള്? അതിന്റെ ആൻസർ എഴുതണം. ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ്. നമ്മൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മാജിക് പോട്ട് അല്ലെങ്കിൽ കളിക്കുടുക്ക എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ആൻസർ എഴുതി വെക്കേണ്ട. അത് കളർ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു, അത് കളർ ചെയ്യേണ്ട. ഇതെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റീസ് ആണ്. മനസ്സിലായോ? മിസ്, ഈ മാജിക് പോട്ട് മേടിച്ചിട്ട് അത് നോക്കി ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. സ്റ്റെഫിയുടേതായിട്ടുള്ള എന്തെങ്കിലും കൂടെ അതിനകത്തേക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. മറ്റേതൊരു കോപ്പി അടിച്ച പോലെ ആയിപ്പോകും. ഓക്കെ മിസ്. മിസ്, നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ പടം നമുക്ക് വെട്ടി ഒട്ടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ ചെയ്യാം. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അതുകൂടെ തന്നെ ട്രേസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടോ. കട്ട് ചെയ്തൊട്ടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് എടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വീട്ടിൽ എന്തായാലും പഴയ ബുക്കുകളോ പഴയ കോമിക്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളർ ചെയ്യാൻ 1-2 ബുക്കെങ്കിലും വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കളറിംഗ് ബുക്ക് വാങ്ങിച്ചാലും മതി. ഇഷ്ടം പോലെ പിക്ചേഴ്സ് അതിനകത്ത് കാണും. ഇതെല്ലാം ഓരോന്ന് വെച്ച് ചെയ്താൽ മതിയോ മിസ്സേ? ഓരോന്ന് വെച്ച് ചെയ്താൽ മതി. പിന്നെ സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. ഈ തീം അല്ലാതെ, ഈ ഐഡിയ അല്ലാതെ വേറെ ഐഡിയയിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഓക്കെ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ് അത് പ്രശ്നമായ അത് കലണ്ടർ കഴിഞ്ഞപ്പോഴായിരുന്നു ഓഡിയോ വീഡിയോ ഒക്കെ പ്രോബ്ലം ആയത് അല്ലെ? അപ്പോ ജിക്സോ പസിൽ പോലത്തെ ഒരു പിക്ചർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഒരെണ്ണം മതിയോ കുറെ വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പിക്ചർ ആണ് ചെയ്യേണ്ടത്. കുറെ ആയിട്ട് ഇവരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറയുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇച്ചിരി ടഫ്. അങ്ങനെയാണല്ലോ അവരുടെ പാഠ്യ സിലബസും ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. പല മെറ്റീരിയൽസിനും പല കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്. നമ്മളിപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കുട്ടികളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കിയാൽ അവരൊരു ഗെയിമാ. വിരൽ അതിൽ കൂടെ ഓടിക്കുന്നു, അവർക്ക് ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടും. പക്ഷെ ആക്ച്വലി അവരവിടെ ട്രേസ് ചെയ്യാണ് ആൽഫബറ്റ്സും നമ്പേഴ്സും അല്ലെ? ഇവരിതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഇമേജ് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർഡ് ആവും. അത് മസിൽ മെമ്മറി ആ ഒരു രീതിയിലാവും. കുറച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഓർമ്മയിലുള്ള ഈ കാര്യങ്ങള് അവര് റിട്രീവ് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് അതാണ് പേപ്പറിലേക്ക് വരുന്നത്. ഉടനെ അവർ പറഞ്ഞു ഞാൻ എ വരച്ചു, ഞാൻ ബി വരച്ചു. എഴുതുമ്പോൾ അവരാദ്യം പറയണത് ആ ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് പല ആക്ടിവിറ്റീസും നമ്മൾ ത്രൂ പിക്ചേഴ്സ്, ത്രൂ ഡ്രോയിങ്സ് അവരെ കൊണ്ട് ചെയ്യിക്കും. മനസ്സിലായോ? അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം
ഇനീഷ്യലി ഒരു കുട്ടിയോട് ആൽഫബറ്റ്സ് മുഴുവൻ എഴുതൂ, ഇമ്പോസിഷൻ 10 പ്രാവശ്യം എഴുതൂ, 20 പ്രാവശ്യം എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ശ്രദ്ധിക്കാതെ നമ്പർ തയ്ക്കാൻ വേണ്ടിയിട്ട് അത് എഴുതി വെക്കുമായിരിക്കും. പക്ഷെ എന്നിട്ട് അവനോട് എഴുതാൻ പറയുമ്പോഴേക്കും അവൻ എഴുതില്ല. അതേസമയം ഒരു എ എന്നുള്ള ഒരു ലെറ്റർ കൊടുത്തിട്ട് കുട്ടിയോട് അത് കളർ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കൂടെ. എഴുതാൻ പറയുന്നതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കളർ ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ബുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാം ഒരു ഡൗട്ട്. 5 പിക്ചേഴ്സ് ഒട്ടിക്കുന്നതിന് ഒരു റെഫറൻസ് പിക്ചറും 4 പിക്ചേഴ്സ് ഒട്ടിക്കാൻ പറഞ്ഞില്ലേ? എക്സാമ്പിൾ ഒരു റാബിറ്റിന്റെ കാണിച്ചില്ലേ? അതിൽ ആ 4 പിക്ചേഴ്സിലും ഡിഫറൻസസുകൾ ചെയ്യണം അല്ലേ? ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടായിരിക്കണം. ആ റെഫറൻസ് പിക്ചർ പോലെ ഒന്നും ആവരുത്. എല്ലാത്തിലും ഓരോ ഡിഫറൻസ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? 4ലും ഡിഫറൻസ് വേണം. ഡിഫറൻസ് ആയിക്കോട്ടെ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നാം, പക്ഷെ ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, 4 പിക്ചറിലും ഡിഫറൻസസ് വേണം. പിന്നെ പറഞ്ഞത് ഒരു പിക്ചർ കാണിച്ചിട്ട് സ്റ്റോറി അവരെ കൊണ്ട് പറയിക്കാൻ. നമ്മൾ പറഞ്ഞു വട്ടത്തിൽ ഇരുന്നിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ. എഴുതുന്ന കുട്ടികളാണെങ്കിൽ എഴുതിക്കാം. അപ്പൊ ആ പിക്ചറിൽ നിറയെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. രണ്ടാനുണ്ട് സണ്ണൊക്കെ ഭയങ്കര കോമിക് പോലത്തെ സണ്ണിനെ കാണിച്ചിരിക്കുന്നു, ചിരിച്ചോണ്ടിരിക്കുന്നു, അങ്ങനത്തെ രീതിയിൽ ബേർഡ് ഉണ്ട്. എന്താ നമ്മള് ഇതിപ്പോ ആ പിക്ചർ ഒരു പിക്ചർ ഒട്ടിച്ചാൽ മതി കുട്ടികൾക്ക്, അവർ പറഞ്ഞോളും അല്ലെ? അവർക്ക് കാണുമ്പോൾ തോന്നണം നല്ലൊരു കളർഫുൾ പിക്ചറാണ്, അപ്പോഴല്ലേ അവര് കഥ പറയാൻ തുടങ്ങുള്ളൂ. ഇഷ്ടപ്പെടാത്ത ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറയാനൊന്നും ഉണ്ടാവില്ല. അതിൽ കുറച്ചധികം സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ആ പിക്ചറിൽ. ഇൻഷി എന്താ ചോദിച്ചേ? ഓരോ കുട്ടി പറയുന്നതും ഡിഫറെന്റ് സ്റ്റോറീസ് ആയിരിക്കും അല്ലേ? അതെ അതെ, രസമായിരിക്കും. നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഉള്ളിൽ ഭയങ്കര ഇമാജിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണത്. ഇത് ടീച്ചേഴ്സ് ട്രെയിനിങ്, അതായത് ടീച്ചർമാർക്ക് അപ്ഗ്രഡേഷൻ ട്രെയിനിങ് കൊടുക്കുന്നു ഈ വെക്കേഷൻ സമയത്ത്. ടീച്ചർമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കും. സെയിം തന്നെ നമുക്കൊരു ക്രിയേറ്റിവിറ്റി വേണമല്ലോ, എന്നാണല്ലോ നമുക്ക് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യും. കാരണം ഞാൻ ഈ റെക്കോർഡ് ക്ലാസ്സിൽ പറഞ്ഞപ്പോ എന്നോടൊരു കുട്ടി ഭയങ്കര ഡൗൺ ആണ് ആള്. കാരണം വെച്ചാൽ ആള് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മാരേജ് ലൈഫൊക്കെ ഭയങ്കര ഹാപ്പി എല്ലാമാണ്, വലിയ കുട്ടികളുമായി. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് ആ ഒരു സങ്കടം അതിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇതിൽ ഒന്ന് ജോയിൻ ചെയ്ത സമയത്ത് ഈ കഥ എഴുതേണ്ട ഒരു റെക്കോർഡ് ഉണ്ട് നമുക്ക്. അത് പറഞ്ഞപ്പോഴേക്കും എനിക്കിതൊന്നും പറ്റില്ല മിസ്, ഞാൻ ഇതുവരെ ഒന്നും എഴുതിയിട്ടും കൂടി ഇല്ല. പക്ഷെ നല്ല ലാംഗ്വേജ് ആയിരുന്നു ഇംഗ്ലീഷ്. ജോലി കിട്ടി ഒരു സ്കൂളില്, ഒരു CBSE സ്കൂളില് KG സെഷനില്. ഇവർക്ക് ജോലി കിട്ടിയ സമയം ആ ഒരു അക്കാദമിക് ഇയർ തീരാൻ പോകുമ്പോഴായിരുന്നു. വെക്കേഷന് അപ്ഗ്രഡേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിമിഷ നേരം കൊണ്ടാണ് ഞങ്ങൾ നല്ലൊരു കഥ ഉണ്ടാക്കിയത്. അത് പറഞ്ഞു. പിന്നെ അത് റെക്കോർഡ് ചെയ്താൽ അതിന് ഭയങ്കര ഈസി ആയിരുന്നു. ആ കുട്ടി ഡിപ്ലോമ സെഷനിലെ ടോപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് നമ്മൾ കുറച്ച് സമയത്തേക്ക് ശാന്തമായിട്ട് ഇച്ചിരി നേരം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുവാ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ നടന്നോളൂ. ഇതുവരെ റെക്കോർഡ് ചെയ്ത് എല്ലാവരും അതാ പറഞ്ഞു. അതേസമയം എഫേർട്ട് എടുക്കാതെ ലാസ്റ്റ് മൊമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ലല്ലോ. എവിടെന്നെങ്കിലൊക്കെ എടുക്കാൻ കോപ്പി ചെയ്ത് വെക്കും. അതാണ് പ്രശ്നം. ആ ഒരു ഡിഫറൻസ് റെക്കോർഡിന്റെ മാർക്കിന് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ചിലര് വളരെ എഫേർട്ട് എടുത്ത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് കഥ എഴുതും, ചിലര് ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാരും അത് പറയൂ കേട്ടോ, ഞാൻ തന്നെ എഴുതിയിട്ടില്ല, ഞാൻ കോപ്പി ചെയ്തതാണ്, എനിക്ക് അതിന് പറ്റിയില്ല എന്ന് പറയും. അങ്ങനെ ആ ഒരു ട്രസ്റ്റ് ഉണ്ട് നമ്മൾ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അതെല്ലാരും അതുപോലെ തന്നെ. ഇപ്പൊ ഞങ്ങൾക്ക് കാണണമെന്നും കൂടി ഇല്ല റെക്കോർഡ്, പക്ഷെ അല്ലാതെ തന്നെ പറയും ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. ചിലത് ഞാൻ തന്നെ ചെയ്തു, ചിലത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തു. എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള സ്പേസ് നമുക്കിടയിലുണ്ട്. നെക്സ്റ്റ് വൺ, റിവേഴ്സ് കളറിങ്. നമുക്കറിയാം കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ക്രയോൺസ് വെച്ചിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് പറ്റും? ഔട്ട്ലൈനിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലെ? ഔട്ട്ലൈനിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക്.
അകത്ത് കളർ ചെയ്യാൻ അവർ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് തന്നെ. അതിന് പറ്റിയൊരു മെത്തേഡാണ് നമ്മൾ ഈ കൊടുക്കുന്ന റിവേഴ്സ് കളർ. റിവേഴ്സ് കളറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിക്ചർ ഉണ്ടാകും, നമ്മൾ അതിന്റെ കുറെ ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് വെക്കും, കുറച്ച് ഭാഗങ്ങൾ വൈറ്റ് ആയിട്ട് വെറുതെ ഇടും. കുട്ടി ആ വൈറ്റ് പാർട്ടിന് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ഫിൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിനകത്തൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു പിക്ചർ എടുത്തേ, അതായത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ ഒരു ബട്ടർഫ്ലൈനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ബട്ടർഫ്ലൈയുടെ കുറെ ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ വൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ബാക്കി പോർഷനില് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ആ വൈറ്റ് പോർഷനാണ് കുട്ടി കളർ ചെയ്യേണ്ടത്. അപ്പം അവൻ ശ്രദ്ധിച്ച് ആ ഷെയ്ഡ് ഭാഗത്തേക്ക് കളർ പോകാത്ത രീതിയിൽ വൈറ്റ് മാത്രം കാണുന്ന ഭാഗത്ത് കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അവരുടെ കോൺസെൻട്രേഷൻ നല്ലപോലെ കൂടും. പിന്നെ ഒരു ബട്ടർഫ്ലൈയെ പുറത്ത് എൻവയോൺമെന്റിൽ കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അറിയാം ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഒരേപോലെ നിൽക്കും. അപ്പൊ ലെഫ്റ്റിൽ യൂസ് ചെയ്യുന്ന സെയിം കളർ പാറ്റേൺ തന്നെ അവൻ റൈറ്റ് ചെയ്യാനായിട്ട് നോക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ അവരങ്ങനെ ചെയ്യണില്ല, ഇഷ്ടമുള്ള രീതി കളർ ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ബട്ടർഫ്ലൈ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും സെലക്ട് ചെയ്യാട്ടോ. ഞാൻ ഒരു ബട്ടർഫ്ലൈ എടുത്തോന്ന് മാത്രം. ഇതാണ് റിവേഴ്സ് കളർ. കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് വൈറ്റ് പാർട്ട് കളർ ചെയ്യട്ടെ, അത് അവരുടെ ഫ്രീഡം ആണ്. റെക്കോർഡ് പൊതിയണം, എല്ലാ റെക്കോർഡും പൊതിയണോ? അതൊക്കെ ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ റെക്കോർഡ്. നിങ്ങളുടെ റെക്കോർഡാണ്, അത് എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ ഭംഗിയാക്കണം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇന്നലെ കഴിഞ്ഞ ദിവസം 14th ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു. അപ്പൊ നേരിട്ട് വന്നപ്പോ ഒരു റെക്കോർഡൊക്കെ കൊണ്ടുവന്നു സൈൻ ചെയ്യാനായിട്ട്. ഒരു കുട്ടി കൂടി വന്നിട്ട് ടെൻഷൻ അടിച്ചു പറഞ്ഞു, മിസ് ഞാൻ റെക്കോർഡ് കവർ ചെയ്തിട്ടില്ല, എന്റെ മാർക്ക് കുറയുമോ? മാർക്കൊന്നും കുറയില്ല. നമ്മുടെ റെക്കോർഡ് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ. നിങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നമ്മൾ ആരും മാർക്ക് കുറയ്ക്കും, പക്ഷെ എന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആണെന്ന് മാത്രം നോക്കും. നെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസിങ് ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ പിക്ചേഴ്സ്. അതായത് എളുപ്പ വഴിയിൽ നമ്മൾ പടം വരയ്ക്കാൻ പഠിപ്പിക്കില്ലേ, വരയ്ക്കാൻ അറിയാത്തവരെയും കൂടിയിട്ട് ഗാന്ധിജിയൊക്കെ വരയ്ക്കില്ലേ, അങ്ങനെ ഞാൻ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കിയിട്ടാണ് ഒരു ഒന്നാമത്തെ സ്റ്റെപ്പിന് ഒരു സർക്കിൾ വരച്ചു, രണ്ടാമത്തേല് ചെവി വരച്ചു, മൂന്നാമത്തേല് കണ്ണും മൂക്കും ഒക്കെ വരച്ചു, നാലാമതായപ്പോ കൈ വരച്ചു, പിന്നെ കൈയും കാലും വയറിന്റെ ഭാഗം വരച്ച് കൈയും കാലും ആയിട്ട് വരച്ചു. അങ്ങനെ 6 സ്റ്റെപ്സില് ഞാൻ ആ ടെഡി ബെയറിനെ കംപ്ലീറ്റ് ചെയ്തു. ഇത് തന്നെ വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് എളുപ്പത്തിൽ പടം വരയ്ക്കും. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ ആക്ടിവിറ്റി ചിലപ്പോൾ കഴിയില്ല. ചിലപ്പോൾ അവര് കണ്ണും മൂക്കും ചെവിയും മാത്രം വരച്ച് അത്ര ആയിട്ടുണ്ടാവും. ബാക്കി അടുത്ത ദിവസം അങ്ങനെ ചെയ്യിച്ചാൽ മതി. നമുക്ക് അവരെ എൻഗേജ് ചെയ്യിക്കുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട്, ആക്ടിവിറ്റീസ് വെച്ചിട്ട്. ഇത് ക്ലിയർ ആയില്ലേ? നമുക്ക് നല്ല പിക്ചേഴ്സ് സെലക്ട് ചെയ്യാട്ടോ, ഞാൻ ചെയ്ത പോലെ ഒക്കെ തന്നെ അങ്ങനെ നോക്കിയെടുക്കണ്ട. ഇത് നമ്പർ വെച്ച് പടം വരക്കുന്നില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റൂലേ? നമ്പർ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 എന്ന് എഴുതിയിട്ട് അതുകൊണ്ട് പക്ഷീനെ വരയ്ക്കുന്ന അതുപോലെയൊക്കെ, 5 വെച്ച് പട്ടീനെ വരക്കുന്ന, അങ്ങനെ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞ ഇതേ ഒരു ഐഡിയയിൽ വരുന്ന എന്ത് ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മുടെ റെക്കോർഡ് ബുക്കിൽ ഇഷ്ടംപോലെ പേജസ് ഉണ്ടാവും, ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. പിക്ചേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് എഴുതാനൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോവാം. നമ്മൾ ആദ്യത്തെ റെക്കോർഡ് ചെയ്തതുപോലെ എത്ര ചെയ്യണം അങ്ങനെയുള്ള ലിമിറ്റ് ഇല്ല? ഇല്ല, അതില്ല. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇത് നോക്കിയൊരു റെഫറൻസ് നോക്കി ഇന്ന് കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യിക്കണം. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ എളുപ്പ വഴിയിൽ പിക്ചർ പഠിപ്പിക്കാം. അപ്പൊ നമ്മളത് അതിനനുസരിച്ചുള്ള മെറ്റീരിയലുമായിട്ട് നമ്മൾ പോകണമെന്നേ ഉള്ളൂ, റെക്കോർഡുമായിട്ട് പോകരുത്. റെക്കോർഡ് നമുക്കുള്ള റെഫറൻസ്, അത് വേറെ ആർക്കും കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ അതുപോലെ ജിക്സോ പസിൽ പോലെ നമ്മൾ പിക്ചർ കട്ട് ചെയ്തിട്ട് ഒരുമിച്ചാക്കുക. അപ്പൊ നമുക്ക് 20 കുട്ടികളുണ്ടാവും, ഒറ്റ പിക്ചർ കൊണ്ട് പോയാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പൊ പല പല പിക്ചർ കട്ട് ചെയ്ത് സെപ്പറേറ്റ് കൊച്ചു ബോക്സിലാക്കിയിട്ട് ഇത് മിക്സ് ആയി പോകുമല്ലോ, അങ്ങനെ കൊണ്ടുപോയി അവരെ കൊണ്ട് ചെയ്യിക്കാം. ഒരു ആനയുടെ പടമാണ് ഒരെണ്ണം കട്ട് ചെയ്ത് വിചാരിക്കാം, ഒരെണ്ണം നല്ല നമുക്ക് ഒരു വെഹിക്കിളിന്റെ പടമായിരിക്കും ഒരെണ്ണം കട്ട് ചെയ്ത്, അങ്ങനെ പല പല രീതിയിലുള്ള പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരു പിക്ചർ അയാൾക്ക് കൊടുക്കാമല്ലോ സമയമുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് കൊണ്ടു. അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട് മാത്രം ചെയ്യിക്കുമ്പോൾ മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ.
നമുക്ക് കുട്ടികളുടെ നമ്പർ അനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കളറിങ് കൊടുക്കുമ്പോൾ, അപ്പൊ ആദ്യത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് അല്ലാത്തൊരു പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയാം. ഒരു കുട്ടിക്ക് കളറിങ് കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് പിക്ചർ എങ്ങനെ ജോയിൻ ചെയ്യുന്ന ആക്ടിവിറ്റി കൊടുക്കും. ഒരാളെ ഈസി ആയിട്ട് പറ്റും. അപ്പൊ കളറിങ് കൊടുക്കുന്ന കുട്ടിക്ക് അതും കൊടുത്തു, പിക്ചർ ജോയിൻ ചെയ്യാനുള്ള കുട്ടിയെ അതും കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് അത് ചെയ്തോളൂ. അപ്പൊ കളറിങ് എന്താ പറയാ, പിന്നെ റിവേഴ്സ് കളറിങ് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ക്രയോൺസ് കൊടുക്കുവാണെങ്കിൽ അത് ചെയ്യില്ല. പിന്നെ പടം വരപ്പിക്കാനായിട്ട് 3-4 പേരെ ഇരുത്തിയിട്ട് അവർക്ക് ഈസി ആയിട്ട് പടം വരയ്ക്കുന്ന മെത്തേഡ്. അവരുടെ കൂടെ നമ്മൾ ഇരിക്കേണ്ട കാര്യമുള്ളൂ. മറ്റവരെ ഇടയ്ക്ക് പോയി നോക്കിയാൽ മതി, അവരതിരുന്ന് ചെയ്തു. ക്ലാസ്സിന് നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. എല്ലാവരെയും എൻഗേജ് ചെയ്യിക്കണം. അല്ലാതെ നമ്മൾ ബോർഡിൽ വരച്ച് ഇവരെയൊക്കെ നമ്മൾ ബോർഡിലേക്ക് നോക്കിയിരിക്കുക, അത് ശരി ഒരു ബോർ പരിപാടിയാണ്. അവര് ചെയ്യണം, കുട്ടികൾ ചെയ്യണം. കുട്ടികളാണ് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ. ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു എല്ലാരും പറയുന്നത്. ആ രീതിയിൽ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ മോണ്ടിസോറി മെത്തേഡ് ആദ്യമേ തന്നെ അങ്ങനെയാണ്, ചൈൽഡ് സെന്റേർഡ് മെത്തേഡ്. ഇനി നമുക്കൊരു പിക്ചർ നമ്മൾ കൊടുക്കും, എന്നിട്ട് സെയിം വരയ്ക്കാനായിട്ട് റീഡ്രോ ചെയ്യാനായിട്ട് അവരോട് പറയും. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പിക്ചറിനെ നമ്മളൊരു സ്ക്വയറിനകത്തോ റെക്ടാങ്കിളിനകത്തോ ആക്കുക. പിന്നെ അതിനൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് കൊടുക്കുക. എന്നിട്ട് കുട്ടിക്ക് അതേ സൈസിലുള്ള ഒരു പ്ലെയിൻ ആയിട്ടൊരു റെക്ടാങ്കിൾ ബോക്സ് കൊടുക്കുക. ഈ പിക്ചറിനെ ആ ബോക്സിനകത്ത് തന്നെ വരയ്ക്കാൻ പറയാം. അല്ലെങ്കിൽ അത് വലുതാക്കും. അപ്പൊ ഇത്രയും അളവൊക്കെ നോക്കി ആ അതിൽ തന്നെ വരയ്ക്കാനായിട്ട് അവർ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ എന്താ, അവർക്ക് കൊടുക്കുന്ന പേപ്പറിൽ അല്ലെങ്കിൽ ആ സ്ലേറ്റിൽ അവർ മുഴുവൻ അങ്ങ് വരച്ചു വയ്ക്കും. അത് ഇതിങ്ങനെ കൊടുത്തിട്ട് നോക്കിയിട്ട് അതേ അളവിലുള്ള ബോക്സ് ഒരെണ്ണോടെ പ്രൊവൈഡ് ചെയ്യാം, അതിലേക്ക് റീഡ്രോ ചെയ്യും. പിന്നെ ചുമ്മാ ഒരു പിക്ചർ കൊടുക്കുക, ക്രയോൺസ് കൊടുത്തിട്ട് അവരോട് കളർ ചെയ്യാനായിട്ട് പറയും. ഇതിനകത്ത് ഇത് തന്നെയാണ് എടുത്തത്. അത് ഈ കളറിംഗ് ബുക്കിൽ നിന്ന് കിട്ടിയ പിക്ചറാണ് കേട്ടോ. വലിയ സുഖമായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫൈൻഡ് ഓഡ് വൺ, 4-5 പിക്ചർ കൊടുത്തിട്ട് അത് ഗ്രൂപ്പിൽ പെടാത്തത് ഓഡ് വൺ അത് കണ്ടുപിടിക്കും. ഞാനിവിടെ ബക്കറ്റ്, ബാത്ത് ടവൽ, സോപ്പ്, നോട്ട്ബുക്ക്, അതായത് നമ്മുടെ കുട്ടികളെ ചുറ്റുപാടും കാണുന്ന സാധനങ്ങളുടെ പിക്ചേഴ്സ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റും. ബക്കറ്റ് ഉണ്ട്, ടവൽ, പിന്നെ സോപ്പ്, പിന്നെ നോട്ട്ബുക്ക്. അപ്പൊ പെട്ടെന്ന് തന്നെ അവരതിൽ നിന്ന് നോട്ട്ബുക്ക് അവർ ഓഡ് വൺ സെലക്ട് ചെയ്തു. ഇതൊക്കെ വരച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് പിക്ചറായിട്ട് നോക്കിക്കാം. പിന്നെ ഇതുപോലെ ആൽഫബറ്റ്സിന്റെ സ്റ്റെൻസിൽ പോലെ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെയുള്ളത് എടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് എഴുതിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് അത് കളർ ചെയ്യാൻ പറയും. എഴുതുന്നതിനേക്കാളും അവർക്ക് കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും കളർ ചെയ്യാനായിട്ട് കൊടുക്കുക. നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഇതുപോലെ, ഡിജിറ്റ്സും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ വഴി കണ്ടുപിടിക്കുക, ഷോ ദ വേ. ഞാൻ ഇതിൻ്റെ അകത്തൊരു പപ്പി അതിന്റെ കിണറിലേക്ക് എത്താനുള്ള വഴി 2 ബ്ലോക്ക് ചെയ്ത പോലെ വെക്കുക, 1 ഓപ്പൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളത് കൊടുക്കണേ. കാരണം നമ്മൾ സാധാരണ ചിലവിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വഴി തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ കാണും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കുട്ടിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. മിസ് ഇതിന് മുന്നേ കാണിച്ചത് ഒന്നും കൂടി ഒന്ന് പറയോ? ആൽഫബറ്റ്സും ഡിജിറ്റ്സും അല്ലേ, നമുക്ക് ഇതിന് സ്റ്റെൻസിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ഞാനത് കുറെയൊക്കെ വരച്ചെടുക്കുമായിരുന്നു. അത് കളർ ചെയ്യാനായിട്ട് കുട്ടികളോട് പറയും. ഓക്കെ. പിന്നെ ഡിജിറ്റ്സ് 0 to 9. ഓക്കെ, അപ്പൊ ഇതുവരെ പറയുന്നത് കുറച്ചധികം അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം.
ഇത്രയും നിങ്ങൾ വേണ്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റുന്നത് ചെയ്യാം. ഓക്കെ, ടെക്നിക്കൽ പ്രശ്നം ക്ലിയർ ആയല്ലോ? നമ്മൾ പറഞ്ഞ പറഞ്ഞു ഗീവ് കളർ ടു ദ പിക്ചർ യൂസിങ് ക്രയോൺസ്, അവിടം വരെയാണോ? വഴി കണ്ടുപിടിക്കുക. ആൽഫബറ്റ് ക്യാപിറ്റലോ സ്മോളോ ഏതായാലും ചോദിക്കാം. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് സ്മോൾ അതുപോലെ അങ്ങനെ ഉള്ളത് കിട്ടുവാണെങ്കിൽ കേട്ടോ. എനിക്ക് ഞാൻ എങ്ങനെ ചെയ്തേന്ന് ഓർക്കാനുള്ള, ഞാൻ തന്നെ വരച്ചുണ്ടാക്കുവാണോ എന്നൊരു സംശയമുണ്ട്. സ്റ്റെൻസിലില്ല, അല്ലാത്തൊരു സ്റ്റെൻസിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഷോ ദ വേ വരെയും പറഞ്ഞു. ഇനി നമുക്ക് കുറേയുണ്ട്. ഇത് ഈസിയാ, പെട്ടെന്ന് തീരുന്നൊരു റെക്കോർഡ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തു തരും. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, വൈകാതെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ വെക്കേഷനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ യാത്രകൾക്കൊക്കെ പോകും. അവധിയിലിരുന്ന് ചെയ്യാന്ന് പറയുമ്പോഴേക്ക് ഫാമിലിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിലെല്ലാരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒഴിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിലൊക്കെ ഭാഗമാവേണ്ടവരാണ്. അതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുക. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ഒത്തിരി വർക്ക് പെൻഡിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതൊക്കെ ആകുമ്പോൾ ടൈം ഒരു 20 to 30 മിനിറ്റ്സിന് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് അതങ്ങ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ചിലപ്പോൾ ചില ദിവസം നിങ്ങൾക്ക് എല്ലാ വർക്കും തീർന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞ 30 മിനിറ്റ്സ് വേറെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യും. നമ്മൾ ശരിക്കും അപ്പം നമ്മളുടെ ഒരു ഡിജിറ്റൽ എന്താ പറയാ ഡീക്ലട്ടറിംഗ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഒന്ന് മാറും. നമ്മുടെ ഫോണില് ആവശ്യമില്ലാത്തതും കുറെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന എന്തെങ്കിലുമൊക്കെ ആപ്പൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും വീഡിയോസ്, കംപ്ലീറ്റ് ഫോണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ കുറെ നമ്മൾ നമ്മുടെ എന്താ പറയുക വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം, നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ എണീറ്റ ഉടനെ മിസ്, ഫസ്റ്റ് റെക്കോർഡിൽ എക്സ്ട്രാ പിക്ചേഴ്സ് എന്തോരം വേണേലും ഒട്ടിക്കാമല്ലോ. ആ റെക്കോർഡ് കംപ്ലീറ്റ് ഒട്ടിച്ച് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഒരു ഡിജിറ്റൽ ഡീക്ലട്ടറിംഗ് എന്നുള്ള കാര്യം ഇത് തന്നെ ചെയ്യുക എല്ലാവരും. അത് കുറെ കാര്യങ്ങൾ കളയുക, ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിവാകും. പക്ഷെ ഉള്ളതിലൊക്കെ ഇരുന്നോട്ടോ എന്താ പറയാ, ചിലത് നമുക്കൊരു നെഗറ്റീവ് ഇതൊക്കെ തരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. പിന്നെ എണീറ്റ ഉടനെ ഒരു 1 അവർ ഫോൺ യൂസ് ചെയ്യാതെ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. വീട്ടിലെ കാര്യങ്ങളോ മെഡിറ്റേഷനോ പ്രെയറോ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എടുക്കാൻ പോകുന്നതിന് 1 അവർ അതുപോലെ തന്നെ ഈ സംഭവം മാറ്റി വെക്കും. അപ്പൊ തന്നെ നമുക്ക് ഫ്രഷ്നെസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Have a good day. Thank you. Thank you, ma'am. Thank you, ma'am.